സംഘർഷ മേഖലയിൽ കുടുങ്ങിയ മലയാളികളെ സഹായിക്കാൻ നോർക്ക തയ്യാറായിരിക്കുകയാണ്. കേരളത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ച കൺട്രോൾ റൂമിന്റെ ഏകോപന ചുമതല ആഭ്യന്തര വകുപ്പിനാണുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അനന്യ നൽകും. അനന്യ, ഇപ്പോൾ കേരളത്തിലും കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ചുമതല ആഭ്യന്തര വകുപ്പിനാണെന്നും അറിയാൻ സാധിക്കുന്നു. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അക്ഷയ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിലും കൺട്രോൾ റൂം തുറന്നു എന്ന പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അക്ഷയ സൂചിപ്പിച്ച പോലെ തന്നെ സെക്രട്ടേറിയറ്റിലാണ് കൺട്രോൾ റൂം തുറന്നിട്ടുള്ളത്. അതിന്റെ നമ്പർ സഹിതം, കോൺടാക്ട് സഹിതം, ഫാക്സ് നമ്പർ ഉൾപ്പെടെ, ഇമെയിൽ ഐ ഡി ഉൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയാണ് ഇത്തരത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഒരു നമ്പറും അതുപോലെ തന്നെ ഫാക്സ് നമ്പറും ഇമെയിൽ ഐ ഡിയും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലാണ് തുറന്നിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ ചുമതല ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അതിർത്തിയിൽ ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന അതിർത്തി മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളാവട്ടെ, അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള അവർക്കും വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു കൺട്രോൾ റൂം തുറന്നിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലും ഈ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടാം എന്നുകൂടി നിർദ്ദേശം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ ഇത്തരം ഒരു രീതിയിലൊരു പെട്ടെന്നൊരു അല്ലെങ്കിൽ ഈ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു കാര്യത്തിലേക്ക് മുൻനിർത്തി വന്നത്. മാത്രമല്ല, നോർക്കയിലും ഇത്തരം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എല്ലാ തരത്തിലുള്ള സജ്ജമാകണം എന്ന് കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നു കൂടിയാണ് ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുള്ളത്. അല്ലാതെ ഭയക്കേണ്ട സാഹചര്യങ്ങളില്ല എന്നുകൂടി സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നമ്പറും നൽകിയിട്ടുണ്ട്. നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ നമ്പറും നൽകിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ സ്ക്രീനിലൂടെ വ്യക്തമായി കാണാൻ കഴിയും. അവിടെ ഏത് സാഹചര്യം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട അതിന്റെ അധികൃതർ അതുമായിട്ട് വേണ്ട എല്ലാ നടപടിക്രമങ്ങളിലും ഒപ്പം വേണ്ട സംവിധാനങ്ങളെല്ലാം ഉറപ്പുവരുത്തും എന്നുകൂടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അതിന്റെ ഒരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടിക്രമങ്ങളായിട്ട് നോർക്കയിലും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഇനി എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ, ഇതുവരെ ഇല്ല എന്നുകൂടെ പറയുന്നുണ്ടെങ്കിൽ എന്നാൽ കൂടി അതിർത്തി മേഖലകൾ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർ നടപടികൾ വേണ്ട സാഹചര്യം, അവരെ ഇവിടേക്ക് എത്തിക്കേണ്ട സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇപ്പൊ ചർച്ച ചെയ്യേണ്ട അവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ സംസ്ഥാനം മുഴുവൻ സജ്ജമായി കഴിഞ്ഞു എന്നൊരു ഉദാഹരണം തന്നെയാണ് കേരളത്തിലും ഇത്തരത്തിൽ കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്.